രാധേശ്യാം. ധാരാളം വൃന്ദാവന യാത്രകളെ കുറിച്ചിട്ട് ഞാൻ പറയാറുണ്ട്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി പറയുമ്പോൾ പലരും എന്നോട് ഇപ്പോഴും ചോദിക്കുന്നു, പലർക്കും ഇപ്പം അറിയില്ല വൃന്ദാവനം. അപ്പം ഇപ്പോഴും എന്നോട് ചോദിക്കുക, വൃന്ദാവനം എവിടെയാണ് വൃന്ദാവനം? മൈസൂരുള്ള വൃന്ദാവനമാണോ? എവിടെയാണ് ആ വൃന്ദാവനം വരണത് എന്നൊക്കെ ഇപ്പോഴും പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും അറിയണില്ല അധികം പേർക്കും വൃന്ദാവനം എന്താണെന്നുള്ളത്. വൃന്ദാവനത്തെ പറ്റിയിട്ട് ഒരു പുസ്തകം തന്നെ, ഇങ്ങനെ ഒരു ധന്യം വൃന്ദാവനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ വൃന്ദാവനത്തിലെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൃന്ദാവനത്തിൻ്റെ മഹത്വങ്ങളാണ്. എന്താണ് വൃന്ദാവനം, എവിടെയാണ് എന്നുള്ളതൊക്കെയാണ്. മൈസൂരുള്ള വൃന്ദാവൻ എന്ന് പറയുന്നത് അതൊരു ഗാർഡനാണ്. ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് വരാനിരിക്കുന്ന കരികാലത്തെ കണ്ടിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വയം മനുജബാലനായിട്ട് ഭൂമിയിൽ വന്ന് അവതരിച്ചു. അങ്ങനെ അവതരിച്ചിട്ട് അനേകം ലീലകളാടി. ആ ലീലകളിൽ ഏറ്റവും മധുരമുള്ള ലീലകൾ ആ വൃന്ദാവന കാലത്തായിരുന്നു. ഭഗവാന്റെ ജനനം കഴിഞ്ഞിട്ട് ഭഗവാനേതാ നന്ദഗോപര്, നന്ദഗോപരുടെ അടുത്തേക്ക് വസുദേവര് വൃന്ദാവനത്തിലെ ഗോകുലത്തിലെ നന്ദഭവനത്തിൽ കൊണ്ടുവന്ന് ആക്കുന്നത് മുതൽ പിന്നെ കൃഷ്ണലീലകൾ മുഴുവൻ നടന്നത് അമ്പാടിയിലും വൃന്ദാവനത്തിലുമായിട്ടാണ്. ആ അമ്പാടിയും വൃന്ദാവനം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ വൃന്ദാവനം വ്രജം എന്നാണ് ശരിക്കും പറയേണ്ടത്. വൃന്ദാവനം ആ വ്രജത്തിലെ ഒരു വനം മാത്രമാണ്. അനേകം വനങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനമാണ് വൃന്ദാവനം. അവിടെയാണ് ഭഗവാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ലീലകൾ ആടിയിട്ടുള്ളത്, മധുരമായിട്ടുള്ള ലീലകൾ ആടിയിട്ടുള്ളത്. അത് എല്ലാവിധത്തിലുള്ള മനസ്സുകളെയും ആകർഷിക്കാവുന്ന രീതിയിലാണ് ആ ഭഗവാന്റെ ലീലകൾ. ആ ലീലകളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നും അന്ന് ലീലകളാടിയ പല പല സ്ഥലങ്ങൾ, പല പല വനങ്ങൾ, ധാരാളം 12 വനങ്ങൾ, അതിൻ്റെ അധിവനങ്ങൾ, ഉപവനങ്ങൾ, അങ്ങനെ വനങ്ങളെ കുറിച്ചിട്ടൊക്കെ വൃന്ദാവനത്തിൽ അത്രയും വനങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുക. ഇതിൽ ഭഗവാനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് കിടത്തിയ നന്ദഭവനം, അവിടെ നിന്ന് വൃന്ദാവനത്തിലേക്ക് മാറി താമസിച്ചത്, വൃന്ദാവനത്തിലാടിയ ഓരോരോ ലീലകൾ, വനഭോജനം നടന്ന സ്ഥലം, പൂതനാമോക്ഷം നടന്ന സ്ഥലം, ഭഗവാന്റെ പേര് ഇടൽ കർമ്മം നടന്ന സ്ഥലം, ഭഗവാനെ ഒരലിൽ കെട്ടിയ സ്ഥലം, ഇതൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ അതായത് ശരിക്കും ആ വൃന്ദാവനത്തിൻ്റെ മഹത്വം എന്താണെന്ന് വിചാരിച്ചാൽ, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തി ഒരു രൂപം, പരബ്രഹ്മം ഒരു രൂപം കൊണ്ടതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന്, ആ ഭഗവാന്റെ വാമഭാഗത്ത് നിന്ന് പരിപൂർണതമനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് പരമപ്രേമം രൂപം കൊണ്ടു. ആ പരമപ്രേമമാണ് ശ്രീരാധ. നമ്മൾ പറയണ പോലെ ഇതൊന്നും വ്യക്തിയല്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണോ? അല്ല. രാധ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, പ്രേമമാണ് രാധ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മമാണ്. നമുക്ക് വേണ്ടി നമ്മളോടുള്ള കാരുണ്യം കൊണ്ട്, ആ വാത്സല്യം കൊണ്ട് ഭഗവാൻ രൂപം, നമ്മളെപ്പോലെ ഒരാളായിട്ട് രൂപം ധരിച്ച്, കാരണം ബ്രഹ്മം എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എല്ലാ ദിക്കിലും വ്യാപിച്ച് നടക്കണു ബ്രഹ്മാണ്, എന്തോ ഒരു ശക്തിയുണ്ട് എന്നറിയാം. പക്ഷെ ആ ശക്തിയെ ഒരു രൂപത്തിൽ കണ്ട് ആരാധിക്കുമ്പോൾ അതിനൊരു മഹത്വമുണ്ട്. അറിയാത്ത ഒരാളെ കാണുമ്പോൾ, ഒരു രൂപത്തോടു കൂടി കാണുമ്പോൾ നമുക്ക് ഉണ്ടെന്നറിയാം, പക്ഷെ അതിനെ കാണുമ്പോൾ അത് പ്രത്യേക ഒരു അനുഭവമല്ലേ. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ രൂപം ധരിച്ചത്. അങ്ങനെ കാരണം പഞ്ചേന്ദ്രിയങ്ങളാണ് ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റിയിട്ട് പല വഴിക്കും നമ്മളെ കൊണ്ടുപോണത്. കാത് ഒരു ശബ്ദം കേൾക്കുന്ന വഴിക്ക് കൊണ്ടുപോകണു, കണ്ണ് പലതും കാണുന്ന വഴിക്ക് കൊണ്ടുപോകണു, നാവ് രുചിയുടെ വഴിക്ക് കൊണ്ടുപോകണു, അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെ സംസാരിച്ച് നാവ് അതിൽ രസം കണ്ടെത്തണു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ
ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് എന്താ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വിചാരിച്ചു, കൃഷ്ണൻ്റെ രൂപം, കൃഷ്ണൻ്റെ രൂപത്തിൽ ഭ്രമിക്കാത്ത കണ്ണുകളുണ്ടോ? സംശയമാണ്. ഈശ്വരനില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരാൾ പോലും മനോഹരമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ പ്രതിമ കണ്ട ഒന്നും നോക്കാതിരിക്കില്ല. കണ്ണങ്ങട് ആകർഷിച്ചു, കാത് ആകർഷിക്കണു, നാവ് നാമം ജപിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഏതാണോ നമുക്ക് വിമുഖമായിട്ട് നിൽക്കുന്നത് ഈശ്വരനിൽ നിന്ന്, അതിനെ ഭഗവാനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് അത്യന്ത സുന്ദരനായിട്ട് ഒരു രൂപം കൊണ്ടു. ആ രൂപം കൊണ്ടു. അതുപോലെ രാധാറാണി പരമപ്രേമമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വരാനിരിക്കുന്ന കലികാലത്തെ മുന്നിൽ കണ്ടിട്ടാണ്. ഗോലോകം ആണ് നിത്യസത്യമായത്. ഗോലോകം, ഈ ഗോലോകത്തിലാണ് രാധാകൃഷ്ണന്മാർ നിത്യമായിട്ടും വിരാജിക്കുന്നത്. എല്ലാം സൃഷ്ടിസ്ഥിതി സംഹാരം കഴിഞ്ഞിട്ട് എല്ലാം ഇല്ലാണ്ടായാലും ഒരിക്കലും ഇല്ലാതാവാത്തതാണ് ഗോലോകം. ആ ഗോലോകം നിത്യസത്യമാണ്. ഭഗവാൻ നിത്യസത്യമാണ്, ഗോലോകം നിത്യസത്യമാണ്. അപ്പോൾ ആ ഗോലോകത്തിലെ ശ്രീകൃഷ്ണ പരമാത്മാവ് നേരിട്ട്, ബാക്കിയൊക്കെ ഭഗവാനിൽ നിന്നുള്ള അവതാരങ്ങളാണ്. നമ്മളിവിടെ പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, അവരൊക്കെ ആ ഭഗവാന്റെ അംശ അവതാരങ്ങളാണ്. പല വിധത്തിലുള്ള അവതാരങ്ങളുണ്ട്. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം. ഇപ്പോൾ പരശുരാമനെയൊക്കെ പറഞ്ഞാൽ ആവേശാവതാരമാണ്, മനുഷ്യനാണ്. കുറച്ച് സമയത്തേക്ക് ഈശ്വരൻ്റെ ഒരു ആവേശം ഉണ്ടായി. ആവേശിച്ച ഭഗവാനെ തിരിച്ച് ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ രാമായണത്തിൽ ശ്രീരാമനും പരശുരാമനും കണ്ടുമുട്ടണ ആ രംഗം. അത് അവിടെ ആയിട്ട് ഇപ്പോഴും ആ പരശുരാമൻ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് ഹിമാലയ സാനുക്കളിൽ തപസ് ചെയ്യണു എന്നൊക്കെ മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പല വിധത്തിലുള്ള അവതാരങ്ങളുണ്ട്. അതിൽ പരിപൂർണതമമായ അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. കലികാലത്തിലുള്ള ജനങ്ങൾക്ക് ആ പരിപൂർണതമമായ അവതാരങ്ങളെ കൊണ്ട് മാത്രമേ രക്ഷയുണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി. കാരണം കലികാലത്ത് യജ്ഞത്തിനോ ഹോമത്തിനോ ഒന്നിനും പ്രാധാന്യമില്ല. അതൊക്കെ ചെയ്താലും അതിനൊക്കെ ചുതി വന്നു തോന്നും. കർമ്മങ്ങൾക്കൊക്കെ ചുതി വരുന്ന കാലമാണ് കലികാലം. എന്ത് കർമ്മം നമ്മൾ ചെയ്താലും അതിന് എന്തെങ്കിലും ഒരു പിഴവ് വരും. അപ്പോൾ ഓരോ അമ്പലങ്ങളിൽ ഹോമങ്ങൾ, പൂജകൾ, അത് കർമ്മങ്ങൾ ഒക്കെ ചെയ്യണത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്യണത് ആ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഓരോന്നും ഈശ്വരൻ്റെ ആ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിന് പൂർണ്ണമായിട്ടും അത് ഫലവത്താവണമെന്നുണ്ടെങ്കിൽ നാമജപം തന്നെയാണ് മഹത്വം. അപ്പം നാമം ജപിക്കുകയാണ് വേണ്ടത്. നാമം ജപിക്കുക. ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നിട്ട് ആ ക്ഷേത്രത്തിലെ ഓരോ ക്ഷേത്രത്തിലൊക്കെ നമുക്ക് കാണാം പ്രതിഷ്ഠാദിനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ധാരാളം കർമ്മസംബന്ധമായിട്ട് താന്ത്രികമായിട്ടുള്ള ധാരാളം പൂജകൾ നടക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ പറയും അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി നിന്നിട്ട് ഉറക്ക നാമം ജപിക്കുക. എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അതില്ലാണ്ടാവാൻ ഉറക്ക നാമം ജപിക്കുക എന്ന് പറയും. അപ്പോൾ ആ നാമജപം കൊണ്ട് മാത്രമാണ് കലിയിലെ സർവ്വപാപങ്ങളെയും കർമ്മദോഷങ്ങളെയും ഒടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതിന് നാമം ജപിക്കണം. നാമം ജപിക്കാൻ ഒരിഷ്ടം ഭഗവാനോട് തോന്നണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ ആരാണെന്ന് അറിയണം. ഭഗവാനിലേക്ക് ഒരു ഇഷ്ടം ഉണ്ടാവണം. ആ ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ശ്രീകൃഷ്ണനെ മനുഷ്യബാലനായിട്ട് ശ്രീകൃഷ്ണൻ ജനിച്ചത്. അതും വ്രജം എന്ന് പറഞ്ഞാൽ തന്നെ ഗോലോക വൃന്ദാവനത്തിൻ്റെ ഒരു ഭാഗമാണ് വ്രജം. ആ ഗോലോകത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ് വ്രജം. ആ വ്രജം ശരിക്കും ഗോലോകത്തിൻ്റെ ഭാഗമാണ്. അത് ഈ പ്രളയം കഴിഞ്ഞിട്ട് ലോകാവസാനം എന്നൊക്കെ നമ്മൾ പറയില്ല, ആ സമയത്ത് ഈ വ്രജം തിരിച്ച് ഗോലോകത്തിൽ തന്നെ ചെല്ലുകയാണ് ചെയ്യുക. പിന്നീട് വീണ്ടും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ വരുമ്പോൾ വീണ്ടും ഗോലോകത്തിൽ നിന്ന് ഭഗവാൻ അത് അടർത്തിക്കൊണ്ടുവരുന്നു. അത് ഭഗവാന്റെ ഒരു ലീല. അപ്പോൾ ആ വ്രജത്തിൽ ആദ്യം തന്നെ പറയുക രാധാറാണിയോടാണ് പറയണത്. രാധാറാണിയോട് പറഞ്ഞു, ഈ ഒരു അവതാരത്തിൻ്റെ സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരുമിച്ചിരിക്കാൻ സാധിക്കില്ല, രണ്ടായിട്ട് പ്രകടമാകണം.
രാധയായിട്ടും കൃഷ്ണനായിട്ടും പ്രകടമാവേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ വൃന്ദാവനത്തിൽ വന്ന് വരണം. പ്രേമമായിട്ട് വൃന്ദാവനത്തിലേക്ക് ആദ്യം തന്നെ പ്രേമം നിറഞ്ഞാലാണ് ഭഗവാനോട് ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ വ്രജത്തിൽ ജനിച്ച പുണ്യാത്മാക്കളുടെ ഉള്ളിൽ ആ സ്നേഹത്തിനെ വളർത്താൻ, പ്രേമത്തിനെ വളർത്താൻ ആദ്യം തന്നെ രാധാറാണി വന്ന് അവതരിക്കണം. അതുകൊണ്ട് തന്നെ വ്രജത്തിൽ ഭഗവാനേക്കാൾ പ്രാധാന്യം രാധയ്ക്കാണ്. എല്ലാവരും രാധേ 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 രാധേ, അവിടെ എവിടെ തിരിഞ്ഞാലും രാധാനാമാണ്. ഠാക്കൂർജിയെ സ്മരിക്കുക, രാധാനാമം ജപിക്കുക എന്ന് അവിടെയുള്ളവർ നമ്മളോട് പറഞ്ഞു തരും. അത്രയും പ്രാധാന്യം രാധയാണ്. അത് ദേവീഭാഗവതത്തിൽ പറയും, ശ്രീകൃഷ്ണാർച്ചന കൂടാതെ രാധാർച്ചന കൂടാതെ കൃഷ്ണ പൂജാർഹനായിട. രാധാർച്ചന ഇല്ലാണ്ട് കൃഷ്ണനെ പൂജിച്ചിട്ട് കാര്യമില്ല. അതിനാൽ കൃഷ്ണ ഭക്തന്മാർ ചെയ്യണം രാധികാർച്ചനം എന്ന് പറയും. രാധികയെ ഇത് മലയാളത്തിൽ ഉള്ളതാണ്. ശരിക്കും സംസ്കൃതത്തിൽ ആ ശ്ലോകത്തിലുണ്ട് കേട്ടോ. ഇത് മലയാളത്തിൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അദ്ദേഹത്തിൻ്റെ മലയാള വിവർത്തനത്തിൽ നിന്ന് ഉള്ള വരികളാണ്. നമ്മുടെ ഭാഗവതം മൂലഗ്രന്ഥം എഴുത്തച്ഛൻ എഴുതിയതുപോലെ മൂലഗ്രന്ഥമായിട്ടുള്ള ദേവീ ഭാഗവതം സുബ്രഹ്മണ്യൻ തിരുമുമ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിലത്തെയാണ്. അതിൽ രാധയുടെ പൂജയില്ലാണ്ട് കൃഷ്ണനെ പൂജിച്ചിട്ട് കാര്യമില്ല, രാധയോടൊത്ത കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ രാധയ്ക്ക് പ്രാധാന്യമുണ്ട്. കാരണം രാധ പ്രേമമാണ്. പ്രേമത്തോടു കൂടിയിട്ട് വേണം ഭഗവാനെ പൂജിക്കാൻ. അപ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമുക്കെന്താ നശിച്ചു പോകുന്ന പലതിനും വേണ്ടി ഈശ്വരനെ ആശ്രയിക്കും. പക്ഷേ ആ നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിച്ചാൽ നശിക്കേണ്ടത് എന്നായാലും നശിക്കും. അത് നശിക്കാതിരിക്കില്ല. അതിനു വേണ്ടിയിട്ടല്ല ഈശ്വരനെ ആശ്രയിക്കേണ്ടത്. ശാശ്വതമായിട്ട് ആ ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും ഈശ്വരനിൽ അലിയാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ എല്ലാവരെയും ആകർഷിക്കാനായിട്ട്, അത്യത്ഭുതമായ ലീലകളാടാനായിട്ട് അതിസുന്ദരമായ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വ്രജത്തിൽ വന്ന് ആ വ്രജത്തിൽ മധുരയിൽ വസുദേവരുടെയും ദേവകീ ദേവിയുടെയും പുത്രനായിട്ടാണ് ജനിക്കുന്നത് അല്ലേ. കൽത്തുറങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഘനാഘനം ചെയ്ത കാര്യങ്ങളഖിലം ജഗന്മോഹനം ഒക്കെ അത്രയും ജഗന്മോഹനം, ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന ലീലകളാടി. അതിലേറ്റവും പ്രധാനപ്പെട്ട ലീലകൾ 12 വയസ്സുവരെ ആടിയ ലീലകളാണ്. ആ ലീലകളാണ് വൃന്ദാവനത്തിൽ. 12ാമത്തെ വയസ്സിലാണ് വൃന്ദാവനം വിട്ടിട്ട് ഭഗവാൻ മധുരയ്ക്ക് പോണത്. അപ്പോൾ അതുവരെയുള്ള ആ ലീലകളാടിയ പുണ്യസ്ഥലമാണ് വൃന്ദാവനം. അവിടെ ഭഗവാന്റെ കഥകളെ ധാരാളം ഭഗവാന്റെ കഥകളെ അനുസ്മരിച്ചു കൊണ്ടുള്ളത് ധാരാളം ഉണ്ട്. അവിടെ കാണാം. ആ മധുരയിലുള്ള ഭാഗമാണ്. അവിടെയാണ് ശരിക്കും ആ ജനനം നടന്ന ഭാഗമുണ്ട്. അവിടെ ഒരു ദ്വാരകാധീശ ക്ഷേത്രമുണ്ട്. അവിടെ വിശ്രാം ഘട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുബ്ജയുടെ അമ്പലമുണ്ട്. കുബ്ജയെ എല്ലാവർക്കും അറിയാം. 3 വളവുള്ളത് അല്ലേ. ആ കൂന് തീർത്ത് കൊടുത്തിട്ട് സുന്ദരിയാക്കിയതാണ്. നമുക്കും ഉണ്ട് ഈ വളവുകളൊക്കെ. നമുക്കും നമ്മുടെ വളവുകൾ, ആ കുബ്ജയ്ക്ക് 3 വളവേ ഉണ്ടായുള്ളൂ അത് ശരീരത്തിന്. പക്ഷെ അവളുടെ മനസ്സ് അത്ര നിർമ്മലായിരുന്നു. അപ്പോൾ പുറമേക്കുള്ളതല്ല, ഉള്ളാണ് ഭഗവാൻ സ്വീകരിക്കുക. ആ നന്മ കണ്ട് സ്വീകരിക്കണു. നമ്മുടെ ഉള്ളിൽ എത്ര വളവുകളുണ്ടെന്നറിയില്ലേ. പുറമേക്കൊക്കെ നമ്മൾ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളെങ്ങനെയാണ് ഭഗവാനെ അറിയുള്ളൂ. അപ്പം നമ്മുടെ വളവുകളൊക്കെ തീർത്ത് നമ്മളുടെ മനസ്സിനെ സൗന്ദര്യമാക്കണമെങ്കിൽ ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. അപ്പം അവിടെ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വൃന്ദാവനത്തിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പല ലീലകളാടിയ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ ഓടിക്കളിച്ച സ്ഥലങ്ങൾ, ഭഗവാനെ ഉരലിൽ കെട്ടിയ സ്ഥലം, പിന്നെ ഭഗവാൻ ഗോക്കളെ മേച്ചു പോയിട്ട് ഓരോ സ്ഥലത്തിനും ഓരോ മഹത്വമുണ്ട്. തേർക്കദമ്പം എന്നുള്ളൊരു സ്ഥലമുണ്ട്.
അവിടെ ഭഗവാൻ വന്ന് ലീലകളാടുമ്പോൾ ആ തേർക്കദമ്പത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് എല്ലാ ഗോപന്മാരോ അല്ലെങ്കിൽ പശുക്കളോ ഒക്കെ പല വഴിക്കും പോകുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഉറക്കെ വിളിക്കുമ്പോൾ എല്ലാവരും വരും എന്നുള്ള ധാരാളം ലീലകൾ അടങ്ങിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ മഹാദേവൻ്റെ ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട് അവിടെ. കാരണം എവിടെയാണോ ശ്രീകൃഷ്ണ ഭഗവാനുള്ളത് അവിടെ മഹാദേവനുണ്ടാവും. മഹാദേവൻ ആരാ? വൈഷ്ണവാനം യഥാ ശംഭു. ഏറ്റവും കൂടുതൽ വലിയ കൃഷ്ണഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ മഹാദേവനാണ്. എന്നാൽ ശൈവര് ചോദിക്കുന്നു ഏറ്റവും കൂടുതൽ ശിവഭക്തൻ ആരാന്ന് ചോദിച്ചാൽ അത് കൃഷ്ണനാണ്. കാരണം ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ്, രണ്ടും ഒന്ന് തന്നെയാണ്, പല വിധത്തിൽ പ്രകടമാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മഹാദേവൻ്റെ ധാരാളം ക്ഷേത്രങ്ങൾ കാണാം. ആശേശ്വർ മഹാദേവ്, ഗോപേശ്വർ മഹാദേവ്, പിന്നെ ചിന്താഹരൻ മഹാദേവ്, ധാരാളം മനോഹരമായ കഥകളും അതിനെ പറ്റിയിട്ട് കാണാം. പിന്നെ ബ്രഹ്മാണ്ഡഘാട്ടം, ഭഗവാൻ മണ്ണ് നിന്ന സ്ഥലം, ഇങ്ങനെ അനേകം ഈ ഭഗവാന്റെ ലീലകളാടിയ ഓരോരോ സ്ഥലങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ട് രാസലീലയാടിയ സ്ഥലം ഉണ്ട് നിധിവൻ. പിന്നെ ഭഗവാൻ രാധാറാണിയെ അലങ്കരിച്ച ഒരു സ്ഥലമുണ്ട്. വംശീവട്, ധാരാളം വംശീവടുകളുണ്ട്. വംശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓടക്കുഴലിൻ്റെ അത് തന്നെയാണ് വംശി എന്ന് പറയുന്നത്. അപ്പോൾ ഓടക്കുഴൽ വിളിക്കുക, ആ വടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമരം, അതിൻ്റെ ചോട്ടിൽ നിന്ന് ഓടക്കുഴൽ വിളിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഓടക്കുഴൽ വിളിച്ചത് എന്തിനാ? ഗോപികമാരെ മുഴുവനും രാസലീലയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നത് ഭഗവാൻ ഓടക്കുഴൽ വിളിച്ചു. ഒരു സ്ഥലത്ത് നിന്ന് ഓടക്കുഴൽ വിളിച്ചപ്പോൾ അവിടെ എല്ലാവരും വന്നു. അവിടെ വെച്ച് രാധാറാണിയെ അതിസുന്ദരമായിട്ട് ഒരുക്കിയ സ്ഥലങ്ങൾ. പിന്നെ ആ നിധിവനിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം സ്ഥലങ്ങൾ, ഒരു മന്ദിരമുണ്ട്, രംഗമഹൽ എന്ന് പറഞ്ഞിട്ടൊരു മന്ദിരം. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇന്നും അവിടെ അനുഭവമാണ് അത്രേ. 7 മണിയായാൽ ആ നിധിവൻ്റെ ഉള്ളിലേക്ക് ആരും കടക്കില്ല, ഒരാൾക്ക് പോലും കടക്കാൻ പറ്റില്ല. മനുഷ്യന്മാരുടെ കഥ വിടട്ടെ, നമുക്ക് നിയമം ഉണ്ടാക്കി മനുഷ്യന്മാരോടൊന്നും വരരുതെന്ന് പറഞ്ഞു. പക്ഷേ 7 മണിക്ക് ശേഷം അവിടെ ഒരു ജീവി പോലും ഉണ്ടാവില്ല, ഉറുമ്പുകളെ പോലും അവിടെ അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അവർ പോലും പുറത്തേക്ക് പോണത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാത്രേ. എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്ന ചെവീടുകൾ, അതുപോലെ ധാരാളം വാനരന്മാരുണ്ട് അതിൻ്റെ ഉള്ളിൽ. 7 മണിയായാൽ ഒരാളും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ, എല്ലാവരും പുറത്തു പോകും. ഇന്നും അവിടെ മഹാരാസം ആടുന്നുണ്ട് എന്ന് പറയണു. ആ രംഗമഹൽ എന്നുള്ള ക്ഷേത്രത്തിൽ അതിമനോഹരമായിട്ട് ഒരു മെത്ത ഒരുക്കിയിട്ടുണ്ട്. അതിൽ പട്ടുവസ്ത്രങ്ങൾ, വളകൾ, രാധാറാണി ഒരുക്കാനുള്ള കൺമഷി സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ആഹാരം വയ്ക്കും, അവർക്ക് താമ്പൂലം വയ്ക്കും, ഒക്കെ ചെയ്തിട്ട് നടടച്ച് പൂജയൊക്കെ കഴിഞ്ഞ് പോരും. രാവിലെ ചെന്നാൽ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കേണ്ടതായിട്ടുള്ള അനുഭവം ഉണ്ടാവും. രാവിലെ നട തുറക്കാനായിട്ട് പോകുമ്പോൾ ആ നിർമാല്യ പൂജ തൊഴാനായിട്ട് ധാരാളം പേര് കൂടെ പോകും. അവിടുത്തെ പണ്ഡിറ്റ്ജിയുടെ അദ്ദേഹം ഞാൻ തുറന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണിച്ചു തരും എന്ന് പറയണു. ഇതുവരെ എനിക്കത് കാണാൻ സാധിച്ചിട്ടില്ല. രാവിലെ നേരത്തെ പോകണം. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ സാധിക്കില്ല. പക്ഷേ അങ്ങനെ പോയി കണ്ടവർ, നമ്മുടെ കൂട്ടത്തിൽ വന്നവർ പലരും കണ്ടവരുണ്ട്. അങ്ങനെയുള്ള അതിമനോഹരമായ കഥ. പിന്നെ അതിൽ തന്നെയാണ് ഗോവർദ്ധനം. ഭഗവാന്റെ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയിട്ട് ഭഗവാൻ വ്രജത്തെ രക്ഷിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഗോവർദ്ധന പരിക്രമയാണ് വൃന്ദാവനത്തിലെ ഏറ്റവും മഹത്തായത്, ഗോവർദ്ധന പരിക്രമ. ആ 21 കിലോമീറ്ററാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. പലരും പറയും ഇതൊന്നും ആരും പൂർണ്ണമായിട്ടൊന്നും പ്രദക്ഷിണം ചെയ്യില്ല, ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറയും. പക്ഷേ അനുഭവമാണ്. ഇത്രയും കാലം പോയിട്ടും എല്ലാ പ്രാവശ്യവും ആ പരിക്രമ പൂർത്തിയാക്കാനുള്ള ഒരു അനുഗ്രഹം രാധാറാണി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ രാധാകുണ്ടിലുള്ളതും, രാധാകുണ്ട്, കൃഷ്ണകുണ്ട്, ആ രാധാകുണ്ട് എങ്ങനെയാണ് ഉണ്ടായത്, കൃഷ്ണകുണ്ട് എങ്ങനെയാണ് ഉണ്ടായത്, വിശദമായിട്ടുള്ള കഥകളുണ്ട് ധാരാളം. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്കിത് മുഴുവനും പറയാൻ സാധിക്കില്ല. കൃഷ്ണൻ ധേനുകാസുരൻ, ഒരു കാളയുടെ രൂപത്തിൽ വന്ന ഒരു അസുരനെ വധിച്ചു. പക്ഷെ രൂപം കാളയുടേതായതുകൊണ്ട് പശുപാലകനായ മനുഷ്യനായിട്ടല്ലേ, വേഷം കെട്ടിയിട്ടല്ലേ, അപ്പോൾ എല്ലാ നിയമങ്ങളും ബാധകമാണല്ലോ മനുഷ്യന്. അപ്പോൾ കാളയെ കൊന്ന ഒരു ശാപം അദ്ദേഹത്തിന് വന്നുപെട്ടു.
എന്നാ പറയണത്. അപ്പം അതിൽ നിന്ന് മോക്ഷം നേടാൻ വേണ്ടിയിട്ട് സർവ്വതീർത്ഥങ്ങളെയും ആവാഹിച്ച് വരുത്തിയതാണ് കൃഷ്ണകുണ്ട്. ആ കൃഷ്ണകുണ്ടിൽ ഇറങ്ങി കുളിച്ചാൽ സർവ്വ പാപങ്ങളും തീരും എന്ന് പറയണം. രാധാകുണ്ട് എന്ന് പറഞ്ഞാൽ രാധയെ തൊടാൻ ചെന്നപ്പോൾ രാധ പറഞ്ഞു തൊടാൻ സാധിക്കില്ല, പാപമുള്ളത് കൊണ്ട് തൊടാൻ സാധിക്കില്ല. പ്രേമം മനസ്സിൽ പല വിധത്തിലുള്ള കുടില ചിന്തകളോട് കൂടിയിട്ട് പലതിനും ഇപ്പോൾ നമ്മൾ പല വിധത്തിലും മാർക്കറ്റ് ചെയ്യണ പോലെ ഭക്തിയെയും മാർക്കറ്റ് ചെയ്യണ്ടല്ലേ. പക്ഷേ അവിടെയൊന്നും അവർക്കൊന്നും രാധാറാണിയെ തൊടാൻ പോലും സാധിക്കില്ല. കാരണം പരിശുദ്ധമായ ഒരാൾക്ക് മാത്രമേ രാധാറാണിയെ ലഭിക്കുള്ളൂ. രാധയെ ലഭിച്ചാൽ മാത്രമേ കൃഷ്ണനെ കിട്ടുള്ളൂ. കാപട്യം കൊണ്ട് നേടാവുന്നതല്ല ഭക്തി. അത് പ്രത്യക്ഷത്തിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ നമുക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഒരിക്കലും അത് ഭക്തിയല്ല. അതുകൊണ്ട് നേടാൻ സാധിക്കില്ല. മനസ്സ് പരിശുദ്ധമായ മാത്രമേ ഉള്ളൂ. അതിനത് ആ തീർത്ഥസ്നാനങ്ങളിൽ മുങ്ങി കൃഷ്ണൻ പോലും പരിശുദ്ധനായിട്ടാണ് രാധാറാണിയെ തൊടാനായിട്ട് ചെന്നത്. അപ്പോൾ ആ രാധയുടെ കണ്ണിൽ നിന്നുണ്ടായ ആ മനസ്സിൽ നിറഞ്ഞ ആ പരമ ആനന്ദം, ആ പരമപ്രേമ കൃഷ്ണനോടുള്ളൊരു പ്രേമം രാധയുടെ മനസ്സിൽ നിറഞ്ഞു. അത് ഒരു രാധയുടെ ആ തോഴിമാരൊക്കെ കൂടിയിട്ട് തീർത്ത ഒരു ചെറിയ ആ തടാകത്തിലേക്ക് കണ്ണുനീരിനെ പ്രവേശിപ്പിച്ചപ്പോൾ അത് രാധാകുണ്ടായി മാറി. അവിടെ കുളിച്ചാൽ പരമപ്രേമം നിറയും ഉള്ളിൽ എന്ന് പറയണു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാപട്ടിയെല്ലാം കളയുക, ആ രാധാകുണ്ടിലും കൃഷ്ണകുണ്ടിലും മാറി മാറി മുങ്ങി നീർന്നാൽ അതൊക്കെയാണ് ആ വൃന്ദാവനത്തിൻ്റെ മഹത്വം. ഇതൊക്കെയാണ് ആ വൃന്ദാവനത്തെ അറിയേണ്ടത്. അങ്ങനെ ആ വൃന്ദാവനത്തെ അനുഭവിക്കാനും ഇതുപോലെയാണ് വേണ്ടത്. അങ്ങനെ ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞതാണ് വൃന്ദാവനം. ഇത്തവണ ഗോവർദ്ധന പരിക്രമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരിട്ടിട്ട് ഒരനുഭവം ഉണ്ടായി. ആ അനുഭവം ഇത്തവണ ഒക്ടോബറിലാണ് നമ്മൾ പോയത്, കഴിഞ്ഞ ഒക്ടോബറിൽ. ആ ഒക്ടോബറിൽ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ പോലെ പോകാൻ സാധിച്ചില്ല. രാവിലെ ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. എന്നിട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് വൈകുന്നേരം സാധാരണ ഗതിയിൽ 8 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തുക. അതിപ്പോൾ ഈ വെയിൽ കാരണം 2 മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ആശ്രമത്തിൽ തിരിച്ചെത്തും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഗോവർദ്ധന പരിക്രമ ചെയ്യാറുള്ളത് വെളുപ്പിന് 3:30 പരിക്രമ തുടങ്ങിയാൽ ഒരു 12 മണിയോടുകൂടി അവസാനിക്കും. അങ്ങനെയാണ്. അപ്പം ഇത്തവണ ചൂടുള്ള കാരണം എന്ത് ചെയ്തു, രാത്രി ആവാം എന്ന് കരുതി ഒരു 10 മണിയോട് കൂടിയിട്ട് പരിക്രമ ആരംഭിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 80 പേരുണ്ട് പോകുമ്പോൾ. അപ്പോൾ ഈ 80 പേരെയും വേണ്ടത് രീതിയിൽ ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പം 80 പേരെയും വേണ്ട പോലെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് നിയമങ്ങളൊക്കെ ഉണ്ട്. മുന്നിൽ 2 പേര്, നടുവിലുള്ളവർ അവരെ നോക്കണം, സൈഡിലേക്കൊന്നും പോവാണ്ട് ബാക്കിൽ 2 പേര് നടക്കണം, അവരെ പിന്നിൽ ആരും നടക്കാൻ പാടില്ല. അങ്ങനെ നിയമമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പാലിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. പക്ഷേ എങ്ങനെയോ 4 അമ്മമാർ പിന്നിൽ പെട്ടുപോയി. ആ അമ്മമാർക്ക് അറിയണ്ടായിരുന്നില്ല എല്ലാവരും പോയി കഴിഞ്ഞു എന്ന്. അവർ വിചാരിച്ച് അവരുടെ പിന്നിൽ ആൾക്കാർ വരുന്നുണ്ടെന്ന്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ വലിയ ഇരുട്ട്, കൂരിരുട്ട്, എങ്ങടാ പോകേണ്ടതെന്ന് അറിയണില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നു എല്ലാവരും മൊബൈൽ ഫുൾ ചാർജാക്കി കയ്യിൽ പിടിക്കണം, കണ്ണ് കാണാത്തടത്ത് ടോർച്ച് അടിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ 4 പേരും മൊബൈൽ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അവർ വൃന്ദാവനത്തിൽ വന്നാൽ മൊബൈൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരായിരുന്നു. അത് അവരുടെ ആ ഒരു ഉറപ്പ് ഭഗവാൻ ഒരുപാട് ഇഷ്ടമായി എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് തോന്നുന്നു. അവരുടെ കയ്യിൽ മൊബൈലും ഇല്ല. അവർ രാധേ 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 കൃഷ്ണ രാധേ ഗോവിന്ദ എന്ന് കുറേ വിളിച്ചു. ആരുടെയും പ്രതികരണം ഇല്ല മുന്നിലും പിന്നിലും. അപ്പോൾ അവർക്ക് ആരും ഇല്ല. കൃഷ്ണ രാധേ രാധേ എല്ലാവരും പോയോ എന്ന് ചോദിച്ച വഴി ഗോവർദ്ധനത്തിൽ നിന്നൊരു മാൻ ഇറങ്ങി വന്നിട്ട് അവരുടെ മുന്നിൽ നടക്കാൻ തുടങ്ങി. രാധേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാർ ആ മാനിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു. അവർ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ അവിടെ ജതിപുര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വച്ചിട്ടാണ് നമ്മൾ പാലഭിഷേകമൊക്കെ ചെയ്യുക. ഗോവർദ്ധനത്തിന് അഭിഷേകമൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും അവിടെ എത്തണതിന് മുമ്പ് അവിടെ എല്ലാവരും കൂടി നിന്നു. ഞങ്ങളാരും ഈ അമ്മമാർ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഒരു യാത്രയിലും ഇങ്ങനെ ഒരു ഇതില്ല. ഒരാൾ മാറിയാൽ നമുക്കറിയും. അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുക. പക്ഷേ ഇത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിതാ നിൽക്കണു, നമ്മുടെ കൂടെയുള്ളവരെ രാധേ 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 എന്ന് ഇവർ ഉറക്കെ വിളിച്ചു.
ആ സമയത്ത് ഈ മാൻ വന്ന പോലെ തന്നെ ഗോവർദ്ധനത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അവർ നമ്മുടെ അടുത്തേക്ക് വന്നു. അവർ വന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് അവർ നമ്മുടെ പുറകിലായിരുന്നു എന്നുള്ളത്. ആ പുറകിലുള്ള കുട്ടികളും അത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെയാണ് വൃന്ദാവനത്തിൻ്റെ മറ്റൊരു മഹത്വം എന്ന് പറയുന്നത്. അവിടെ വച്ചിട്ട് പലതവണയും എവിടെ നമ്മൾ വഴിവിട്ട് ഇങ്ങനെ തെറ്റിപ്പോയാലും ഒരിക്കലും കൂട്ടം തെറ്റി നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. എല്ലാവർക്കും അവിടെ ചെല്ലുമ്പോൾ ആർക്കും നമ്മുടെ നാട്ടിലൊരു സ്ഥലത്തിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ടൂറ് പോവുകയാണ്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പരിഭ്രമിക്കും. ഈ വരാത്തവർ നമ്മൾക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ പരിഭ്രമിക്കും. തിരിച്ചു വന്നാൽ പിന്നെ അതിനെ ചൊല്ലിയിട്ടാവും വഴക്കും വക്കാണൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ അവർക്കേ പരിഭ്രമം ഉണ്ടായില്ല. ഞങ്ങളുടെ കൂടെ അവർക്ക് സന്തോഷമായി. ഞങ്ങൾക്ക് ഈ ഒരു അനുഭവം തരാൻ വേണ്ടിയിട്ട് രാധാറാണി നമ്മളെ മാറ്റി നിർത്തിയതാണ് എന്നുള്ള ഒരു അനുഭവമായിരുന്നു ഉണ്ടായത്. ഇങ്ങനെ കുറച്ച് ചെറിയ രീതിയിൽ വഴിതെറ്റലൊക്കെ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ ജതിപുര എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ മറ്റൊരു പ്രാവശ്യം ഒരു അമ്മ പെട്ടെന്ന് നോക്കിയപ്പോൾ അമ്മ എവിടെയെന്ന്, ഞങ്ങളാണ് അമ്മയെ കണ്ടില്ല, അന്വേഷിച്ച് നടന്നു, കാണാനില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരെയും മുന്നിലേക്ക് നീക്കിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് നിർത്താം, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജയന്തിരുമേനി. ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് നിർത്താൻ പോയപ്പോണ്ട് ഈ അമ്മ അവിടെ നിന്ന് രാധേശ്യാം എന്ന് പറയുന്നു. അമ്മ ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാണ്ട് മുന്നിൽ നടന്ന് അവിടെ എത്തി. പക്ഷെ അതാണ് വഴിയെന്നൊന്നും അറിഞ്ഞിട്ടല്ല അമ്മ അവിടെ നിന്നത്. അമ്മ ശരിയായ വഴി കൂടെ നടന്ന്, അവിടെ ഒരു തിരിവുണ്ട്, അതിലെ മറ്റേ വഴിക്ക് പോയാൽ തെറ്റിപ്പോവും. പക്ഷേ അമ്മയെ ഭഗവാൻ കൈപിടിച്ച് വേണ്ട രീതിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് വൃന്ദാവന യാത്രയിൽ. അതൊക്കെ വിശദമായിട്ട് ഈ ഒരു ധന്യം വൃന്ദാവനം എന്നുള്ള പുസ്തകത്തിൽ കുറേ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. 3 വർഷമായിട്ട് കാല് മടക്കിയിട്ട് നടക്കാനൊന്നും വയ്യാണ്ടിരുന്ന് കാല് മടക്കിയിരിക്കുക, അങ്ങനെയില്ല, അധികം നടക്കാൻ പറ്റാതിരുന്ന ഒരു കുട്ടി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സിന്ധു എന്ന് പേരായിട്ട്. അയാൾ എറണാകുളത്തുള്ളതാണ്. അയാൾ നമ്മുടെ ബർസാന പരിക്രമ, ബർസാന എന്ന് വെച്ചാൽ രാധാറാണിയുടെ കൊട്ടാരാണ്, അതിന് ചുറ്റുമുണ്ട്. ഗോവർദ്ധന പരിക്രമ പോലെ തന്നെ പ്രാധാന്യമാണ് ബർസാന പരിക്രമ. അപ്പോൾ ആ ബർസാന പരിക്രമയ്ക്ക് പോണ സമയത്ത് അവർ പറഞ്ഞു നടക്കാൻ പറ്റില്ല, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇരുത്തിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നടക്കണം എന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വരൂ എന്നാൽ പോവാം എന്ന് പറഞ്ഞു. കുറേ സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും അവർക്ക് വയ്യാണ്ടായി. പക്ഷേ രാധേ രാധേ എന്ന് വിളിച്ച് നടന്നോളൂ, നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് രാധേ 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 എന്ന് നടന്ന് ഞങ്ങളൊരു കൊച്ചമ്പലത്തിൻ്റെ അവിടെ എത്തി. ആ അമ്പലത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞതോട് കൂടിയിട്ട് രാധേ രാധേ എന്ന് വിളിച്ചിട്ട് ഉറക്കെ സന്തോഷത്തോടു കൂടി കരഞ്ഞുകൊണ്ട് അവിടെ ചമ്പറം പടിഞ്ഞിരുന്നപ്പോഴാണ്, അവർക്ക് ചമ്പറം പടിഞ്ഞിരുന്നിട്ട് എത്രയോ വർഷങ്ങളായി, കാലും മടക്കാനും നിർത്താനും പറ്റിയിട്ട്. അപ്പോൾ കയ്യിൽ രാധാറാണിയുടെ നാമങ്ങളൊക്കെ എഴുതി ആ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ആ ഒരു സന്തോഷമൊക്കെ അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിയണത് ഞങ്ങൾ നടന്നത് ധാൻഘാട്ടി എന്നുള്ള സ്ഥലത്തേക്കൂടെയാണ്, ധാനുഗലി എന്നുള്ള സ്ഥലത്തേക്കൂടെയാണ്. അവിടെയുള്ള ആ ക്ഷേത്രം ധാൻഘാട്ടിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഭഗവാൻ എല്ലാവരിൽ നിന്നും നമ്മൾ കൊടുക്കുന്നതിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. ഗോപികമാരും രാധാറാണിയും കൂടിയിട്ട് പണ്ട് സൂര്യനെ പൂജിക്കാൻ വേണ്ടിയിട്ട് പൂക്കളും ധാരാളം നിവേദ്യ സാധനങ്ങളുമായിട്ട് പോകുമ്പോൾ അവിടെ കൃഷ്ണൻ അവിടെ വരും. എന്നിട്ട് പറയും എനിക്ക് കപ്പം തരണം എന്ന് പറയും. അപ്പോൾ എന്തിനാ കപ്പം തരണേ, ഇവിടെ നിനക്ക് കപ്പം തരേണ്ട ആവശ്യമില്ല, കാരണം ഇത് ബർസാനിയാണ്, ഇത് രാധാറാണിയുടെ അച്ഛൻ്റെ വകയുള്ളതാണ്, വൃഷഭാനുവിൻ്റെ ആണ് എന്ന് പറയും. അത് പറയുന്ന സമയത്ത് പറയും അതിനല്ല കപ്പം തരേണ്ടത്, നിങ്ങൾ എന്തിനാ സൂര്യദേവനെ പൂജിക്കണത്. അവർക്ക് ആകെ കൂടി ഒരു വിചാരം മാത്രമേ ഉള്ളൂ, ഭഗവാനെ വേണം, ശ്രീകൃഷ്ണനിലെ പരമമായ പ്രേമം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇത് മഹാദേവൻ്റെ ആജ്ഞയാണ്, എനിക്ക് കപ്പം തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പരമപ്രേമം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വച്ച് ഭഗവാൻ നമ്മളോട് നമ്മളുടെ പ്രേമത്തെ ചോദിച്ചു വാങ്ങിയ സ്ഥലം ധാനുഗലി എന്നാണ് പറയുക. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല, അതിനുശേഷം അത് അറിഞ്ഞിട്ട് ആ നാമം ബർസാനയിൽ രാധാറാണിക്ക് സമർപ്പിക്കാൻ എഴുതിക്കൊണ്ടുപോയതായിരുന്നു. പക്ഷെ അവിടെ സമർപ്പിച്ചത് പിന്നെ നമ്മൾ
അവിടെ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കണ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പലക വച്ചിട്ടുണ്ടായിരുന്നു. ഈ പലക എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അകത്തുനിന്ന് കാറ്റ് വന്നാൽ മാത്രമേ അത് മറിഞ്ഞു വീഴൂ. അങ്ങനത്തെ ചെറിയ തകരപ്പാട്ടയുടെ ഒരു ഇതാണ്. ഈ കുട്ടി അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് കൃഷ്ണ രാധേ രാധേ എന്ന് വിളിച്ച വഴി അകത്തു നിന്നൊരു കാറ്റ് വീശിയിട്ട് ഇത് ഇങ്ങോട്ട് മറിഞ്ഞു വീണു. അതെല്ലാവരും ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുകയായിരുന്നു. കാരണം അകത്തുനിന്ന് കാറ്റ് വീശിയിട്ട്, പുറത്തു നിന്നല്ല കാറ്റ് വീശിയത്. അവിടെ ഒരു ഫാനോ അങ്ങനെയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങൾക്ക് അനുഭവമായിരുന്നു. ഇത്തവണ ഇതുപോലെ പോയി അവിടെ ആ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന അവിടെ സ്ത്രീകളാണ് പൂജ ചെയ്യണത്. ആ ഗോപിക കണ്ട വഴി പറഞ്ഞു, അന്ന് ഇവിടെ വന്നിട്ട് മാതാജിയുടെ കൂടെ ഇവിടെ വന്ന് ആ കുട്ടിയുടെ അല്ലേ കാല് ശരിയായത് എന്ന് ചോദിച്ചു. അവർക്ക് കണ്ട വഴി മനസ്സിലായി. ഞങ്ങളിവിടെ വരണ എല്ലാവരോടും ആ അനുഭവം പറയാറുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, നമുക്ക് പ്രത്യക്ഷമായ അനുഭവങ്ങൾ. കാരണം ഇന്നും രാധാകൃഷ്ണന്മാരുടെ നിത്യമായിട്ടുള്ള ആ വാസം, നിത്യമായിട്ടുള്ള ആ സാമീപ്യം അവിടെ അനുഭവമാണ്. അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിലേക്ക് ഒരു തവണയെങ്കിലും പോകാൻ സാധിച്ചാൽ ഭാഗ്യം. അത് നമുക്ക് മനസ്സുകൊണ്ട് എങ്കിലും യാത്ര ചെയ്യാൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്നത് ഭഗവാൻ തന്നെ തന്ന ഈ ധന്യം വൃന്ദാവനം പുസ്തകമാണ്. ഇത് ഒരു തവണ നമ്മൾ അത്രയും കൊതിയോടുകൂടി വായിച്ചാൽ തീർച്ചയാണ് ആ മനസ്സുകൊണ്ട് അവിടെ എത്താൻ പറ്റും എന്നുള്ളത്. മനസ്സുകൊണ്ട് അവിടെ എത്തിയതിന് ശേഷം ശരീരം കൊണ്ട് എത്തുമ്പോൾ അതിന് വല്ലാത്തൊരു അനുഭവമാണ് അത് ഉണ്ടാവുക. വെറുതെ ടൂറ് പോണ പോലെ പോകാനുള്ളതല്ല വൃന്ദാവനം. വൃന്ദാവനത്തിനെ കൃഷ്ണാനുഭവം തേടിക്കൊണ്ട് വേണം വൃന്ദാവനത്തിലേക്ക് പോകാൻ. രാധാപ്രേമം വേണം. രാധയാകുന്ന പ്രേമത്തെ മനസ്സിൽ നിറയ്ക്കാൻ വേണ്ടി വേണം വൃന്ദാവനത്തിലേക്ക് പോകാൻ. നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളിലൂടെ ചെറിയ ചെറിയ കർമ്മങ്ങളായാലും നമ്മൾ അറിയാണ്ട് അതിനൊരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കർമ്മ ച്യുതിയുടെ എല്ലാ ദോഷങ്ങളെയും തീർക്കാൻ ആ പരമപ്രേമം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ആ പ്രേമത്തെ അനുഭവിച്ചാൽ മാത്രമേ കൃഷ്ണനെ അനുഭവമാവുള്ളൂ. ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടാവണം വൃന്ദാവനത്തിലേക്ക് പോകാൻ. ശരിക്കും ഒന്നിനും വേണ്ടി ആശ്രയിക്കാനുള്ളതല്ല ഭഗവാനെ. നമ്മൾ നശിച്ചു പോകുന്ന പലതിനും വേണ്ടിയിട്ട്, ധനം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതുപോലെ ജോലി കിട്ടാൻ വേണ്ടിയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. നമുക്കത് ആശ്രയിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ അതൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച് തന്നു എന്നും വരും. പക്ഷേ ഇതൊക്കെ ആലോചിക്കുക, ഇന്ന് സുഖമാണ് എന്ന് തോന്നണത് നാളെ സുഖം തരില്ല. അവനവൻ്റെ ശരീരം പോലും അതെ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷയിക്കാൻ തുടങ്ങും. അപ്പം അത്രയും കാലം അതുകൊണ്ട് അനുഭവിച്ച സുഖമൊക്കെ പിന്നീട് വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളാകുമ്പോൾ അതൊക്കെ ദുഃഖമായിട്ട് തുടങ്ങും. അപ്പോൾ ആ ദുഃഖങ്ങൾ നമ്മളെ അലട്ടി തുടങ്ങുമ്പോൾ ആ ദുഃഖം നമ്മളെ ബാധിക്കാതിരിക്കാൻ, ശരീരം ക്ഷയിച്ചാലും നമുക്ക് നേടിയ നേട്ടങ്ങളൊന്നും ഇല്ലാണ്ടായാലും ഒരിക്കലും ക്ഷയിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തത്, എപ്പോഴും ചേർത്തിരിക്കുന്ന ഭഗവാൻ കൂടെയുണ്ട്. അതാണ് ഈ ശരീരമല്ല, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് സത്യം, ആ ഭഗവാനാണ് സത്യം എന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ തീർത്ഥയാത്രകൾ. മഹാത്മാക്കളായ പലരുടെയും കഥ നമ്മൾ കേൾക്കാം. അവരൊക്കെ വലിയ വലിയ രോഗങ്ങൾ, ക്യാൻസർ, അതുപോലെ കുഷ്ഠം, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് മരിച്ചതായിട്ടുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയും ഈശ്വരനെ അറിയണ ആ ജീവനായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു വെച്ചാൽ ശരീരം തന്നിരിക്കുന്നത് പൂർവ്വജന്മകൃതമായിട്ടുള്ള ദുരിതങ്ങളെയും പ്രാരാബ്ധങ്ങളെയും ഇല്ലാണ്ടാക്കാനാണ്. അവരുടെ ജന്മം അതോടുകൂടിയിട്ട് അവിടെ കഴിഞ്ഞു. ഇനി ഒരു ശരീരം എടുക്കണ്ട അവർക്ക്. അവർ ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ട് മാറുകയാണ്. അപ്പോൾ അത് ഇനി ചിലപ്പോൾ ഒരു ജന്മം കൂടി അനുഭവിക്കേണ്ട യോഗങ്ങൾ പോലും ഈ ജന്മത്തിൽ തന്നെ തീർത്തിട്ട് ആ ജീവൻ മുക്തനാക്കുകയാണ് ചെയ്യണത് ആ ജീവന്മാരെ. ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരാനാണ് ഭഗവാൻ തന്നെ പല മഹാത്മാക്കളുടെ രൂപത്തിൽ വന്ന് പല മനുഷ്യനായിട്ട് കൃഷ്ണരൂപത്തിൽ മാത്രമല്ല ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചിട്ടുള്ളത്. ഇന്നും നമ്മുടെ ഇടയിൽ പലർക്കും അനുഭവം ഉണ്ടാവും. അങ്ങനെ ആ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് ധാരാളം മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നമ്മളത് അറിയണില്ല. കൃഷ്ണൻ ജനിച്ച കാലത്ത് കൃഷ്ണനെ എങ്ങനെയാണോ ഈശ്വരനാണ് എന്നറിയാണ്ട് പോയത്, അതുപോലെ
ദാ ഇവിടെ നമ്മുടെ ഇടയിലും ധാരാളം മഹാത്മാക്കളുണ്ട്. അത് ഭഗവാന്റെ തന്നെ അംശാവതാരമാണെന്ന് നമ്മൾ അറിയാണ്ട് പോയി അവരെ പരിഹസിച്ചും കുറ്റപ്പെടുത്തിയും നിന്ദിച്ചും ഒക്കെ നമ്മളിതാ കാലം കഴിക്കണം. നമുക്ക് എങ്ങനെ അറിയും സത്യമേത് ശരിയേത് തെറ്റേത് സത്യമേത് അസത്യമേതെന്നൊന്നും അറിയാത്തടത്തോളം കാലം എന്തിനേയും നിഷേധിക്കാൻ നമുക്ക് അനുവാദമില്ല. ശരിയാണോ തെറ്റാണോ അത് നമ്മൾ നോക്കണ്ട. നമ്മളുടെ ഉള്ളിൽ നമ്മളെയാണ് നോക്കേണ്ടത്. മറ്റുള്ളവരുടെ ശരി തെറ്റുകളെ അല്ല നോക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ശരിയുണ്ടോ? നമ്മൾ ചെയ്യുന്ന നമുക്ക് കാണുന്ന ഓരോ കാഴ്ചയും നമുക്ക് വരുന്ന ഓരോ അനുഭവവും നമ്മളെ തന്നെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ അത് വച്ച് നോക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള തെറ്റുകളെ തിരുത്തി നമ്മളെ സ്വയം ആ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ഓരോ ജീവനും വേണ്ടത് അതാണ്. ആരെയും ശ്രദ്ധിച്ച് നമ്മുടെ കാലം കളയാനുള്ളതല്ല. ആര് ശരി ആര് തെറ്റെന്നറിയില്ല. എത്രയോ പേര് ശ്രീരാമസ്വാമിയുടെ കാലത്ത് ശ്രീരാമസ്വാമി നിന്ദിച്ചിട്ടുണ്ട്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞു. ആ ശ്രീരാമനെ പോലും മലക്കുകാരൻ ആയിട്ട് വന്നിട്ട് അതാ നിഷേധിച്ചു. അപ്പോൾ അതൊരു ഓരോരോ ജീവന്മാരുടെ ഗതിയാണ്. അവരിനി അനേക ജന്മങ്ങൾ ജനിച്ചും മരിച്ചും വേണ്ടി വരും ആ സത്യത്തിലെത്താൻ. അപ്പം അങ്ങനെയുള്ളവരൊന്നും അല്ല നമ്മൾ നോക്കണ്ടേ. നമ്മൾ സ്വയം നമ്മളെ ആത്മാനം എന്ന് പറയണില്ലേ, നമ്മളെ തന്നെ ഉയർത്തുക. അതിനു വേണ്ടിയിട്ടാവണം ഓരോന്നും. എന്ത് കാണുകയാണെങ്കിലും എന്ത് കേൾക്കുകയാണെങ്കിലും. അപ്പോൾ ആ വൃന്ദാവനം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ വൃന്ദാവനം അത്രയും പുണ്യമായിട്ടുള്ള ഭൂമിയാണ്. ആ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകളെ കൊണ്ടും ഒരിക്കലും വൃന്ദാവനത്തെ മലിനമാക്കരുത്. നമ്മളവിടെ പറയുന്ന ഒരു വാക്ക് ചീത്ത ഒരു വാക്ക് മതി, അത് വൃന്ദാവനം മലിനാക്കി. അത് എത്രയോ ജന്മജന്മാന്തരങ്ങളായ മഹാപാപത്തിലേക്കാണ് നമ്മളെ എത്തിക്കണേ. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ പ്രവൃത്തി നമ്മളൊന്നുമില്ല. ഒരു മിഠായി ആരോ തന്നു, അത് തിന്നു, ആ കടലാസ് അവിടെ വലിച്ചെറിഞ്ഞു, മലിനാക്കിയില്ലേ. ആ ഒരു മാലിന്യം നമ്മുടെ ഉള്ളിലാണ് അടിഞ്ഞുകൂടണത്. ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെങ്കിലും ഒരാളെ നിഷേധിച്ച് പറഞ്ഞു ചെയ്യരുത്. ആ വൃന്ദാവനത്തിൽ മാലിന്യം ധാരാളം പേരവിടെ മാലിന്യം ഇടുന്നുണ്ടല്ലോ, അതങ്ങനെ കാണാണ്ടല്ലോ, അവിടെ ചെളി കാണാണ്ടല്ലോ. അതിനൊന്നല്ലല്ലോ നമ്മൾ നോക്കാൻ പോണത്. അതിനെ ശ്രദ്ധിക്കാനല്ല പോണത്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനേകം സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഇതൊക്കെ എന്തിനാ അവിടെ വച്ചേക്കണേ, ഇതുണ്ടല്ലോ ഇതല്ലല്ലോ വേണ്ടേ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ട സാധനത്തിൻ്റെ അടുത്ത് നിന്ന് വേണ്ടത് എടുക്കുക, പോരുക. ബാക്കിയുള്ളത് നമ്മൾ നോക്കാനേ പോവില്ല, ആ ഭാഗത്തേക്കേ പോവില്ല. ഇപ്പോൾ പച്ചക്കറി വെജിറ്റേറിയൻ കഴിക്കണവരാണെങ്കിൽ പച്ചക്കറി എവിടെയായിരിക്കണം അവിടെ നോക്കും. തൊട്ടപ്പുറത്ത് മീൻ മാർക്കറ്റ് ഉണ്ടെങ്കിൽ വേണ്ടെങ്കിലും വേണ്ട, ഞാൻ അവിടെ പോയി നോക്കട്ടെ ആരെങ്കിലും വിചാരിക്കുമോ? ആ ഭാഗത്തേക്ക് പോവില്ല. അതുപോലെ നമ്മളിതൊന്നും ശ്രദ്ധിക്കണ്ട. നമുക്കായിട്ട് ഭഗവാൻ അവിടെ കരുതി വെച്ചതിനെ ശ്രദ്ധിക്കുക. ഇതിനെയൊക്കെ നോക്കി നടന്നാൽ ഒരു പക്ഷേ നമുക്കായിട്ട് കരുതി വെച്ചത് നമുക്ക് ലഭിക്കാതെ പോയെന്ന് വരും. പിന്നെ എത്ര ജന്മങ്ങൾ കാത്തിരുന്നിട്ട് വേണ്ടി വരും. ശ്രദ്ധിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക. എല്ലാവർക്കും ആ ഭഗവാന്റെ ആ പുണ്യം നിറഞ്ഞ വൃന്ദാവനത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ഉള്ളിലും ഈ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അതിനെ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. രാധേശ്യാം.